നിലവുകൾ തൻ നീലക്കടൽ തിരകളിൽ നിൻമുഖം മാത്രം കടലലയിൽ വെളുത്തവാവിൽ പൂന്തിങ്കൾ പോലെ നിലവുകൾ തൻ നീലക്കടൽ തിരകളിൽ നിൻമുഖം മാത്രം ക്യാഷൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ചായ കുടിച്ചാലോ? എന്നെ കൊണ്ട് കാശ് കൊടുപ്പിക്കാല്ലേ? അതൊന്നും നീ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. എന്നാ ഞാൻ വരാം. കടി വേണോ? അയ്യോ വേണ്ടേ, എനിക്ക് ഐഷുമ്മ അടുത്ത് പോണം. ഓ, ഐഷുമ്മയെ കാണുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. നാട്ടിലെ വാർത്ത മൊത്തം നീ എത്തിക്കുന്നത് എനിക്കറിയാം. വാ, നമുക്കൊരു ചായ കുടിക്കാം. പോടുന്നേ. ഐഷുമ്മ നിനക്ക് കാശൊക്കെ തരുമല്ലോടാ? കടവായിട്ടാ. ഐഷുമ്മ ഒന്ന് ചോദിച്ചു. എന്തോന്ന്? നമ്മള് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണോ? അത്രേ ഉള്ളോ? ഞാൻ കരുതി. അത്രേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് ശിവക്കുട്ട വിശേഷം? കല്യാണമൊക്കെ എവിടം വരെ ആയി? വിളി തുടങ്ങി മുസ്ലിയാരെ. ആർക്കാ കല്യാണം? ഇവനാണോ? യവനല്ല, ഇവന്റെ പെങ്ങക്ക. ഓ, ഇവന്റെ പെങ്ങക്കായിരുന്നോ? നമ്മൾ കൊണ്ട് കൊടുത്ത ബന്ധമാന്നേ. നല്ല സുന്ദരമായ പയ്യൻ, ദുബായിക്കാരനാ. ഇവനെ അവൻ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിക്കൊള്ളുന്നേ. എന്നിട്ട് ഞാൻ തന്നെ ഓന് നല്ല സുന്ദരിയായൊരു പെണ്ണിനെയും പിടിച്ചു കൊടുക്കും. എനിക്കെങ്ങും വേണ്ട. അതെന്താടാ നിനക്ക് പെണ്ണ് വേണ്ടാത്ത? എനിക്കെങ്ങും ഇപ്പൊ കല്യാണം വേണ്ട. കോയക്ക, എത്ര നേരമായി 2 ചായ വെച്ചിട്ട്? നിങ്ങളെന്തോ സ്വപ്നം കാണുവാന്നോ? ഇപ്പൊ തരാം. എന്താ കോയ, പാട്ട് കേട്ട് പഴയ കിനാവിലോട്ടങ്ങ് പോയാ? എന്താ കോയക്ക ഒരു പഞ്ചാര ചിരി? ഓൻ ഐഷുമാനൊപ്പം കിനാവിലൊന്ന് കറങ്ങി. ഈ ഐഷു നിങ്ങളുടെ പെങ്ങടെ മോളാണോ അതോ നമ്മുടെ ഐഷുമ്മയാണോ? ചായ കുടിച്ചെങ്കിൽ കാശും തന്നേച്ച് പൊക്കോ. ഓൻ്റെ ഐഷുമാൻ്റെ പേര് ഓൻ തന്നെ ഓൻ്റെ പെങ്ങടെ കുട്ടിക്കിട്ട്, എന്നിട്ട് ഈ കടയ്ക്ക് ആ പേര് വിട്ട്. ഈ വിവരം ഈ ദുനിയാവിൽ ഇനി ഐഷുമാക്ക് മാത്രമേ അറിയാനുള്ളൂ. പിള്ളേരെല്ലാം കൂടി എവിടെ പോന്നു? അവർ ഐഷുമ്മയുടെ വീട്ടിൽ പോകുന്നവരാ. യുവജനോത്സവം ഇല്ലയോ? സ്കൂളിലെ പിള്ളേരാ കോലുകളി പഠിക്കാൻ. ഐഷുമ പിന്നെ കോലുകളിയിലും ഒപ്പനക്കളിയിലും ഒക്കെ വിദഗ്ധയാണല്ലോ, ഇല്ലേ കോയക്ക? കോയക്ക, ഈ വരുന്ന ആരാ നോക്കിയേ? എൻ്റെ ഐഷു. ജൽദി ആവോ, ജൽദി ആവോ ना. എന്താ ഉമ്മ, ഞാൻ വറുവല്ലേ, ഉമ്മ പൊക്കോ. ബഹുത്ത് കം ബാക്കി ഹേ. എന്താ ഉമ്മ, ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതമോ? തീരുമ്പോ പണി തരാൻ. നീ മലയാളം പടമൊക്കെ കാണാറുണ്ടല്ലേ? ഈ ഉമ്മ മലയാളം ഫിലിം ബഹുത്ത് അച്ഛാ ഹേ. ആവോ ആവോ. നെളിറത്ത സകുമുൻ ഇൻസിഹാമി ഇബിലീസ മസ്ഹൂം. ശൈത്താന്റെ അമ്പുകളിൽ നിന്നുള്ള രമ്പാണ് നോട്ടം രഗോയ എണ്ണടകോയ. അന്നേ ഐഷുമ്മ എടുത്ത് മോഹബത്തങ്ങ് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ കോയാക്ക? അതിന് അന്നത്തെ കാലത്ത് ഐഷുമാനെ കാണുമ്പോൾ ഇങ്ങനെ മുട്ട് കിടന്നിരിക്കുമായിരുന്നു. അത് മാത്രമല്ല, അവർ വലിയ തറവാട്ടുകാരല്ലായിരുന്നു. പ്രേമത്തിന് തറയും തറവാടും ഒന്നും ഇല്ല എൻ്റെ മുസ്ലിയാരെ. ആവുന്ന കാലത്ത് ചൊല്ലിയില്ലെങ്കിൽ ആവാത്ത കാലത്ത് ഇതുപോലെ നോക്കിയിരിക്കാം. അത് ശരിയാ. എന്തിനു മുസ്ലിയാരെ കോയാക്കെ ഇങ്ങനെ കളിയാക്കുന്നത്? സുനു, ഞാൻ പോവാ. ഓ, അവൻ ഇഷ്ടപ്പെട്ടില്ല. ഈ വെള്ളം ഒന്ന് ഓതിത്തരാൻ ഉമ്മ പറഞ്ഞു. അല്ല, അതെന്തിനാ ഇപ്പൊ വെള്ളം തിന്ന്? വീട്ടിൽ ആടൊന്നും തിന്നുന്നില്ല. അതിന് നീ ആടി നിന്ന് വല്ലതും തിന്നാൻ കൊടുത്താ? അതിനാദ്യം വല്ലതും തിന്നാൻ കൊടുറാ. എന്റെ കഞ്ഞിൽ പാറ്റട വന്നിരിക്കാറാ കള്ള ബെടുവാ. നീറ്റ് പോടാ, നീ പാടാ. അമ്മാരങ്ങനൊക്കെ പറയും, ഓതി കൊടുക്കേണ്ട വെള്ളം ഓതി തന്നെ കൊടുക്കണം. നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. കോയക്ക, ഒരു ചായ. ഇതെവിടെ നിന്നാടാ ആട്? മേടിച്ചതാ. ഇത് നമ്മുടെ പാത്തുമ്മയുടെ ആടാ.
ഐഷു വേഗം വാടി. ഇക്കെല്ലാം പഠിച്ചോ? പിന്നെ ഞാൻ എല്ലാം പഠിച്ച്. അന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് ഹലക്ക് ഹലക്ക് തുമ്മി ഹൽക്കാരിക. അത് പിന്നെ കറക്കം പിടിച്ച കോഴീനെ മുറുക്കി പിടിച്ചറക്കാനല്ലേ? ഒന്ന് പോക്ക് അങ്ങനൊന്നും അല്ല. ആണടി, നമ്മുടെ വീട്ടിലെ കോഴിക്ക് കറക്കം വന്നപ്പോ കോയമാമ മുറുക്കി പിടിച്ചല്ലേ അറുതെ. ആ അതാ പറഞ്ഞേ. വാ. തിരിച്ചു വരുമ്പോ കോയമാമന്റെ കടയിൽ കയറി കേക്കില്ല. എനിക്ക് പൊറോട്ട മതി. മോളെ ഐഷു, നമ്മുടെ സൂഫിയെ കണ്ടായിരുന്നോ? അത്ര സോഫയാണോ? ആ അങ്ങ് സ്കൂളിന്റെ അടുത്ത് ഇപ്പോണ്ട്. ശരി മോളെ. ഡീ, ഞാൻ പറഞ്ഞ അർത്ഥം ഒന്നും ഉസ്താദിനോട് നീ പറയല്ലേ. അതെനിക്ക് അറിയാടാ കള്ള. അവളുണ്ടോ നോക്കടാ. നിർത്തടാ. കാണും. ഇങ്ങനെ വാടാ. കൊല്ലു ഒറ്റ ഇടിക്കും. പൂമുത്തോളെ നീ മഴയായി മഴയായി വന്നു. അളിയ, എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതിയടാ. ഇത് തന്നെയല്ലേ നീ ഇത്ര നാളും പറഞ്ഞോണ്ടിരിക്കുന്നത്? നിനക്ക് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായോ? പറയൂടാ, ഞാൻ പറയും. കിഴക്കേ പറയാൻ വന്നേ. മണിമുത്തേ കൺമണി. നിങ്ങൾ എവിടെ പോണു? തേങ്ങ അടത്തുന്ന പറമ്പിലോട്ടൊന്ന് പോണം. ഉസ്താദിനെ ഒന്ന് കാണണം. നീയും കൂടെ വാടാ. ഞാൻ പറയാം, നിങ്ങ പോകോ. എന്നാടാ പിടിച്ചോ. ഇത് മതിയാ? ഇതൊക്കെ ഒറിജിനലാണോടാ സൂഫി? സൂഫി ഒറിജിനലാ, സൂഫിയുടെ അത്ര ഒറിജിനലാ കേട്ടാ. ഞാൻ നിന്റെ പഴയ മോതിരം എഴുത്തും ഡയലോഗ് എഴുത്തും നിർത്തിയാ? എൻ്റെ ഷെഫീക്കെ, അതൊക്കെ സീസൺ അല്ലേ കളിയാ? ഇപ്പം സീസൺ അല്ലല്ലോ. ഇവന്റെ ഡയലോഗ് എഴുത്തിനും റൊമാൻസ് എഴുത്തിനും ഇവിടെ പല പ്രണയവും പോകുന്നത്. കളിയാക്കാതെ. അതൊക്കെ നമ്മുടെ ഓരോ ജീവിതമാർഗങ്ങളല്ലയോ. ഇതെത്ര കളിയാ? നീ ഇതാ നിന്നോടൊക്കെ എങ്ങനെ കണക്ക് പറയുന്നത്? ഓക്കെ ശരിയാണ്. സൂഫി, ഞാൻ പറഞ്ഞ മോതിരം എന്തോ എടാ? അളിയാ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ നോക്ക്. നീ പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഇത് കൊള്ളാം. ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. എന്തോടാ ഫോറവറോ? എന്തോടാ എൻ്റെ അർത്ഥം? ഇത് നീ കൊടുക്കുന്നവരോടങ്ങ് ചോദിച്ചാൽ മതി. അവൾക്കറിയായിരിക്കില്ലേ? എത്രക്കറിയാം? എത്രയായി? 150. 150. എന്തേ എന്റെ കൂട്ടുകാരൊക്കെ? അവന്മാരോരോ ജീവിത പ്രശ്നമായിട്ട് പോയത് ആണല്ലേ? എന്നാളിയാ അപ്പൊ ശരി. ഇതാ വന്നല്ലോ ജീവിത പ്രശ്നമായിട്ട് പോയ കൂട്ടുകാരൻ. ഇടിച്ചു കൊള്ളല്ലേ? ഞാനങ്ങ് പോട്ടെ. എവിടെയെങ്കിലൊക്കെ പോയില്ലേ? പോയിട്ട് എന്താ ഏടാ? വല്ലതും നടന്നോ? ഒരു രക്ഷയില്ലളിയാ, ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. വെറുതെ സൈക്കിൾ ഔട്ടി കുഴഞ്ഞു. അത് നീയല്ലേ ഔട്ടിയത്? ഞാനല്ലേ ആദ്യം ഔട്ടില്ല. കുഴയത്തില്ലേ? നീ എന്തോടെ നേരത്തെ എടുക്കുന്ന? ഇന്ന് വീട്ടിലാരും ഇല്ലളിയാ, അവര് പെങ്ങടങ്ങ് പോയി. അതെന്തായാലും നന്നായി. ഇവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. മാറങ്ങോട്ട്. എന്താടാ പെപ്പോളം വെച്ചേ അങ്ങോട്ട്. അതൊക്കെ പോടാ. കുപ്പിയായാലും വീടിന് പൊട്ടാനൊക്കെ പൊട്ടു. ഇവരിത് എവിടെ പോവാ? ഒരു വെള്ളം കുടിക്കാടാ. വെള്ളവും കുഴപ്പമൊന്നും വേണ്ട, വീട്ടിൽ പോവാം. മതിയിടാ, നിർത്ത്. മുസ്ലിം അടുത്ത് പോയിട്ട് വന്നിട്ട് ബാക്കി കുടിക്കാം. ഉമ്മ, ഈ തേങ്ങാക്കോലൊന്നും പറക്കണ്ടേ?
ആ അതവിടെ കിടക്കട്ടെ. നീ ആ വെള്ളവും കുപ്പിയും എടുത്തോണ്ട് വാ. എന്നാ ഉമ്മ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. നീ ഇങ്ങോട്ട് വാട ചെറുക്ക. എടാ വാടാ, ഇങ്ങോട്ട് വാ. ചേട്ടാ ചേട്ടാ, 2 കരിക്കും കൂടി തന്നെ. ഒന്ന് ഐസുമാക്കും പിന്നെ ഒന്ന് പാത്തൂനും. പിന്നെ വലുതിരുന്നേ വലുത് ഇതാണ് ഇറക്ക. അപ്പൊ ശരി ചേട്ടാ. എടാ വാടാ. ഐസുമ്മ നാണോ മറന്ന് നിക്ക്. എവിടെ പോന്ന ഐഷു? ഞാൻ ആ മുസ്ലിയാരെ വീട്ടിലോട്ടൊന്ന് പോവാ. നിങ്ങളെങ്ങോട്ടാ? ഞങ്ങൾ അമ്പലത്തിൽ വരെ പോയിച്ചു വരാം. എന്നാ പോയിട്ട് വാ മോളെ. വീട്ടിലെ എന്താടാ നീ അവിടെ നമ്പർ ഒപ്പിക്കാൻ നോട്ട് എന്താ? നമ്പരൊക്കെ ഒപ്പിച്ച്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ആ പെണ്ണിന്റെ നമ്പറല്ല, അവളുടെ ഉമ്മുമാരുടെ നമ്പർ കിട്ടിയേ. എന്നിട്ട് എന്താ ആവാനാ? ആ നമ്പർ എടുത്ത് വെച്ച് ഞാൻ വിളിച്ച്. അവരോരോന്നോരോന്നോരോന്ന് കുത്തി കുത്തി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ എൻ്റെ ഒറിജിനൽ കണ്ടു. അവരെങ്ങാനും നീയാ വിളിച്ചെന്നവർ അതറിഞ്ഞ് കാണത്തില്ല. ഞാനാണെങ്കിൽ ടൗണിലൊരു ബൂത്തിൽ നിന്നാണ് വിളിച്ചത്. എടാ വീട്ടിലെ നീ ഇപ്പോഴാ ശരിക്കും വെട്ടിലായത്. നീ വിഷമിക്കാതടാ. എടാ അവളെ കാണുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ ചങ്കിലൊരു പെടപെടപ്പാ. അതിൻ്റെ പേര് പെടപെടപ്പെന്നല്ല, അതിൻ്റെ പേരാണ് പേടി. എടാ അവൻ്റെ ചങ്കിലെ പെടപെടപ്പിൻ്റെ പേരാണ് മുഹബത്ത്. എന്നാ നിനക്കിവിടെ സഹായിച്ചിട്ടോ? ഞാനെങ്ങനെ സഹായിക്കാനോടാ? നീ എന്താ പറയുന്നത്? അത് കൊള്ളാലോ. നീ പിന്നെ സഹായിക്കടാ. നീ പലതിലും ഡയലോഗ് എഴുതി കൊടുത്ത് പല കൂട്ടുകാർക്കും ലൈൻ സെറ്റായി കൊടുത്തിട്ടില്ലയോ? പിന്നെന്താ ഇവനൊന്ന് സഹായിച്ചാ? ആദ്യം അവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടട്ടെ, എന്നിട്ടല്ലടാ കൊടുക്കുന്നേ. ഡയലോഗ് കൊടുത്താലൊന്നും വീഴണമെന്നില്ല. അതെല്ലാം പടച്ചോൻ്റെ ഓരോ വിധികളാ. എന്നാ പടച്ചോ നീയാണെങ്കിലോ? എൻ്റെ പടച്ചോനെ വേറൊന്നും കൊണ്ടല്ലേ എൻ്റെ ചന്തി തേഞ്ഞ്. നിൻ്റെ ചന്തി മാത്രമല്ലടാ തേഞ്ഞേ, എൻ്റെ സൈക്കിളിൻ്റെ ടയറും തേഞ്ഞു. അതുകൊണ്ടാ എന്തെങ്കിലും ഒരു ഐഡിയ നോക്കില്ല. എൻ്റെ ഐഡിയയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിവനെ അവളെ കല്യാണം ആലോചിച്ചാലോ? അത് കൊള്ളാടാ, സൂപ്പർ ഐഡിയ. പോടാ, കല്യാണമോ? വീട്ടിലറിഞ്ഞ എന്നെ കൊല്ലും. നിനക്കവളെ വേണ? അത് വേണം. എങ്കിൽ പിന്നെ മിണ്ടി പോരുത്, ഇങ്ങോട്ട് വാ. ഇവൻ എന്തൊരു ചെറുക്കനാടാ. അയ്യേ ഇങ്ങോട്ട് വാ. ചെല്ലടാ ചെല്ല്, ചെന്ന് ആലോചിക്കണം. ചെല്ലടാ. വഴി വെച്ചാണ് കല്യാണം ആലോചിക്കുന്നത്. ഐഷുമാ ഒന്ന് തന്നെ ഒരു മൂച്ചിനങ്ങ് തള്ളി വിട്ടതാ. ഇടങ്ങരായ നീ പേടിക്കണ്ടോടാ, നമുക്ക് ഓടിയാലോ. പോടാ. എന്നാ നീ നാളെ 10 മണിയാകുമ്പോഴത്തേനും വീട്ടിലോട്ട് വാ. നാളെ 10 മണി. ആ ശരി. സൂഫി, എന്താ നമ്മുടെ മുസ്ലിയാർ വീട്ടിലുണ്ടാവുമോ? അവക്കൊരു മുസ്ലിയാരാ? ആ വീട്ടിലുണ്ടാവും. വാട ഇങ്ങോട്ട്. സാറേമ്മ എന്തായി? എന്തോ ആയി? രാവിലെ ചെല്ലാൻ പറഞ്ഞു. എന്തിന്? ഇവനെയും കൊണ്ട് നാളെ രാവിലെ 10 മണിക്ക് പെണ്ണ് കാണാൻ ചെല്ലാൻ പറഞ്ഞു. പെണ്ണ് കാണാനാ? സെറ്റ്. എന്താ ഐഷുമ വെള്ളം? എന്താ ഐഷുമ വല്ലാണ്ടൊരു നോട്ടം? ചെയ്ത്താന്റെ അമ്പുകളിൽ നിന്നുള്ള ഒരമ്പ് എന്താണ് മുസ്ലിയാരെ? നോട്ടം ആയ കാലത്ത് കൊള്ളന്റെ അടുത്ത് കൊള്ളിക്കാതെ തുരുമ്പ് പിടിച്ച് അമ്പും കൊണ്ടിരിക്കണ്ടെന്ന് ആ കോയാനോടൊന്ന് പറഞ്ഞേരെ. ഐഷുമാന്റെ വെള്ളം. അതേ മുയിലുകാരി തന്നെ അങ്ങ് കുച്ചോ. കുച്ചു സൂഫിയേ, അവനോട് കാണുന്നില്ലോടാ. ഇവനോടാ കാറണ്ട, ഞാനിവിടെ ഉണ്ട്. ഇതെന്തുവാടാ, നീ ഇതുവരെ റെഡി ആയില്ലയോ?
നീ ഇതുവരെ റെഡി ആയില്ലോടാ? ഒന്ന് വേഗം പോയി റെഡിയാവും. നടക്ക നായക, ഞാനിപ്പോൾ വരാം. ഇവൻ പണ്ടേ ഇങ്ങനെ ബാക്കിയുള്ളവരെ പോസ്റ്റ് ആക്കും. നീ ഇവൻ എന്തൊരു താമസമാണ് ഇത്. പോടാ. ഇതെന്താ ഈ വേഷത്തിൽ? ഈ വേഷം എന്താ കുഴപ്പം? പെണ്ണ് കാണാൻ പോവുക, ചന്തയ്ക്ക് പോവല്ലേ? എനിക്കല്ലല്ലോ പെണ്ണ് കാണാൻ പോന്നെ, ഇവനല്ലേ? അല്ല എന്നാലും ഇത് ഓരെന്നാലും ഇല്ലേ? ഒന്നുമില്ലല്ലോ. എന്ത് അതിരിക്കട്ടെ. കാശെന്തിനാ? അതിരിക്കട്ടാ, ഒരു ഗമക്കിരിക്കട്ടെ. അത് നല്ലതായിരിക്കും, നമുക്കിരിക്കുന്നത് നല്ലതാ. മാറടാ. ഇതില്ല കാറില്ലേ? കാറൊക്കെ എനക്ക് അവിടുന്ന് തരും. ഇങ്ങോട്ട് അവിടെ എടുക്കാം. വാടാ വാ. ഇങ്ങോട്ട് എടുക്കടാ. നിങ്ങളിവിടെ അല്ലേ? ഞാൻ വിളിക്കാം. വേണം ഇനി. നിങ്ങൾ വന്നാ? എത്തിമാ. നിങ്ങൾ ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്താ ഇന്ന് യുവജനോത്സവം അല്ലേ, സ്കൂളിൽ പോണം. ഓഹോ, കോൽക്കളി പിള്ളേരെ കൊണ്ടില്ലേ? ഇന്ന് നമ്മുടെ പിള്ളേരെ മത്സരമുണ്ട്, പോണം. നീ എവിടെ പോണു? കടയിൽ പോണ്ടേ, സാധനം വേണ്ടേ? അവിടെ നിന്നേ. നിങ്ങൾ കേറിയിരിക്കും മക്കളെ. വാടാ. കേറിയിരിക്കടാ. ഇന്ന് തെറ്റോട്ടല്, നാളെ നീ അകത്താ എൻ്റെ പൊന്നെ. ഡായിഷമ വരുന്നു, എണ്ണിക്കണം. എന്തിന്? അല്ലൊരു ബഹുമാനത്തിന്. സൂഫിക്ക് ഇന്ന് കച്ചവടം ഒന്നും ഇല്ലയോ? ഇതൊന്ന് കഴിയട്ടെന്ന് വെച്ച്. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇവരേത് വീട്ടിലെയാ? ഞാൻ മറ്റേ പള്ളിയുടെ അപ്പുറത്തെ ഹൈദ്രസിന്റെ മോനെ. നമ്മുടെ താറാവ് കച്ചവടക്കാരൻ ഐദ്രൂസിന്റെയോ? അത് തന്നെ. ഇവൻ നമ്മുടെ കോയിക്കലെ സൈനുദ്ദീൻ. ഗൾഫിലുള്ള സൈനുദ്ദീന്റെ മോൻ. മോൻ എന്ത് ചെയ്യുന്നു? ഇവൻ ഭയങ്കര കൃഷിയാ. ഇവന് വേണ്ടിയാ ഞങ്ങൾ വന്നേക്കുന്നത്. ഇപ്പോഴും 2 താറാവിനും പശുവിനെ മേടിച്ചേ ഉള്ളു. മോൻ ഗൾഫിലൊന്നും പോന്നില്ലേ? പിന്നെ പോണം, കല്യാണം കഴിഞ്ഞ് 2 പേർ കൂടെ പോണമെന്നാ ആഗ്രഹം അല്ലേ? ആടും പശുവൊന്നും അത്രയ്ക്ക് മോശമൊന്നും അല്ല. അല്ല, നാട്ടിൽ നിന്നാലും മതി. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പം ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ അല്ലേ? എന്നാ നീ പോയിട്ട് ജൽദി ആവോ. ഐഷുമാ, നീ വന്നേ, ഒന്നിങ്ങി വന്നേ. ഇവൻ ഇത് ഇവരെയും കൊണ്ട് എവിടെ പോടാ? ഇവരെന്തോടെ മാറി നിന്ന് സംസാരിക്കുന്നത്? എടാ, നിനക്ക് മനസ്സിലായില്ലയോ? ശ്രീധരത്തിന്റെ കാര്യം ചോദിക്കുന്നത്. സ്ത്രീധനോ? എനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട. എന്താ ശ്രീധരൻ കഴിക്കുവോ? എനിക്ക് വേണ്ട, പോടാ അവിടുന്ന്. ഇവനോട് ആരും അത് ചോദിക്കാൻ പറഞ്ഞു? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ എനിക്ക് മേടിച്ചോ, ഞാൻ വെച്ചോളാം. പോടാ അവിടുന്ന്. രണ്ടാളിക്ക് വന്നേ. വിളിക്കുന്നു. വാ. ഐഷുമെങ്കിൽ നമുക്ക് കാര്യത്തിലോട്ട് കടന്നാലോ? പാത്തു, നീ ആ കയറാ മോന്റെ കയ്യിലോട്ട് കൊടു. വാങ്ങിക്കാൻ മോളെ, അങ്ങോട്ട് കൊടുക്കും.
ആമാ കാശ് ഞങ്ങൾ പോട്ടെ ഡാ ഈ ആട് കുഞ്ഞാടാ കൈ പിടിച്ചോ നടത്തി എടാ ഒരുമാതിരി മറ്റേടത്തെ പരിപാടി നീ കാണിച്ചേ കേട്ടാ. മിണ്ടാതിരിയടാ. എന്തോ മിണ്ടാതിരിക്കാൻ, ഇങ്ങനെ കുളിച്ചൊരുക്കി കൊണ്ടുവന്ന് പെണ്ണ് കാണിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ആട് കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നു അഹങ്കാരി. മിണ്ടാതിരിയടാ. എന്തോ മിണ്ടാതിരിക്കാൻ, ഞാൻ മിണ്ടു. ഇരിഞ്ഞു നോക്കടാ. എടാ ഓളവിടെ ഉണ്ടാ? ഉണ്ട്. എന്നാ അവള് സൽമാനുള്ളതാ. അത് നിനക്കെന്നറിയാ? പറയടാ. വീട്ടിൽ ആടിനെ കൊടുക്കാണ്ടെന്ന് അറിഞ്ഞല്ലോ. 3 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണത്തെ ഇന്നലെ കൊടുത്തു. ഇനി 1 എണ്ണം ഉണ്ട്. അത് പാത്തുവിന്റെയാ. നിനക്ക് വേണോ? എനിക്കല്ല, ദേ അവനാ. ഇരിക്കട്ടെ. കാശെന്തിനാ? അതിരിക്കട്ടാ, ഒരു ഗമക്കിരിക്കട്ടെ. അറിയുവാൻ ആശയുണ്ട് എൻ്റെ കൽബേ, നിന്റെ കരളിൽ ഞാനുണ്ടോ മുത്തേ. ബസവിൻ്റെ തട്ടത്തിൽ കണ്ട നാൾ തൊട്ടേ നീയാണ് കരളിൽ സത്തേ. അവള് തന്നെ ആടുമായിട്ട് വരുമെന്ന് നിനക്കിതെങ്ങനെ അറിയായിരുന്നു? എല്ലാം പടച്ചോൻ്റെ ഒരേ വിധികളാടാ.